ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലേ? പിന്നെന്താണ്, ഇന്ന് ജോലിയൊന്നും ഇല്ലായിരുന്നു, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് മക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പിന്നെ ഇത്തിരി തിരക്കൊക്കെ ആയിരുന്നു. ജോലിക്കൊക്കെ പോണോണ്ട് കുറച്ച് അത്യാവശ്യ പണികളൊക്കെ തീർക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒതുക്കി പറക്കി. പിന്നെ ഇന്ന് മക്കൾ 3 പേരും ഉണ്ട്. രണ്ടാമത്തെ മോനിക്ക് ചെറിയ ചുമയും തുടങ്ങി. പിന്നെ അതുകൊണ്ട് അവൻ്റെ കരച്ചിലും വീഡിയോസൊന്നും ഇടുന്നില്ല. പിന്നെ ഫോണില്ലാതായി മക്കളെ. സൈഡ് ബട്ടണൊക്കെ പോയി. ഫോൺ എപ്പോഴും കംപ്ലൈൻ്റ് ആണ്. ശരിയാക്കി വയ്യ. പിന്നെ മസ്റൂറായ കണ്ട. പിന്നെ ആ മക്കളെ 2 പേരും മേലോട്ട് കയറി. അപ്പോൾ നമ്മൾ പാരിപ്പള്ളി വരെ ഫോണൊന്ന് സൈഡ് ബട്ടൺ. ഇപ്പോൾ ആരെങ്കിലും കോള് വിളിച്ചാൽ മാത്രമേ ഓണാവുള്ളൂ. പിന്നെ എന്ത് മഴയുണ്ടായിരുന്നു കണ്ട. ഇതാണ് എൻ്റെ മസ്റൂർ. അവളെ പേരാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടേക്കുന്നത്. പിന്നെ ബാക്കി 2 ആൺമക്കളാണ്. നിങ്ങൾക്കറിയല്ലേ കാര്യങ്ങൾ. പിന്നെ എൻ്റെ വീടിൻ്റെ തട്ട് പൊളിച്ചില്ല. പിന്നെ വാടകയും കാര്യങ്ങളും ഒന്നും താങ്ങുന്നില്ല. ആകെ സങ്കടത്തിലാണ്. പിന്നെന്തിനാണ്, വേറെ കുറേ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത്. ബാഡ് കമൻ്റെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യും. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ. ജോലി ഇനിയിപ്പോൾ നാളെ മക്കളെ പൂട്ടിയിരുത്തിയിട്ട് പാലെടുക്കാനുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ പോകണം. പിന്നെ ആരൊക്കെയോ കോള് വിളിച്ചിട്ട് മിണ്ടാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ആരാന്നറിയുന്നില്ല. പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് ചോദിച്ചാൽ മദ്രസ വിടക്കം മക്കളെ കാര്യം ഇങ്ങനെയൊക്കെ അങ്ങ് പോണ്. ഊണ് കച്ചവടമില്ല. കാരണം ഊണ് കച്ചവടം വേണ്ടാന്ന് വെച്ച്, അതിന് പ്രത്യേകിച്ച് കാരണങ്ങളെന്ന് വെച്ചാൽ വേണ്ടാന്ന് വെച്ച് അത് തന്നെ. കാരണം വലിയ ലാഭമൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല നമ്മൾ 3-4 ദിവസത്തെ കച്ചവടത്തിലോടുകൂടി. അത് മാത്രമല്ല, ഒരാൾക്ക് മാത്രമല്ലല്ലോ, 2 പേർക്ക് ഒരേപോലെ എടുക്കാനെന്ന് വെച്ചാൽ അതിനകത്ത് ഒന്നും കാണുന്നില്ല. പിന്നെ സാധനങ്ങളെ ഹൈ റേറ്റ് കാരണം നമുക്കൊന്നും അതിൽ നിന്ന് കിട്ടൂല. പിന്നെ ഒരു 30 പൊതി 40 പൊതിയൊക്കെ പോയാലേ വല്ലതും കിട്ടുള്ളൂ. അത് മാത്രമല്ല, ഈ റബ്ബറും പാലെടുത്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ ജോലിയും നടക്കൂല. അപ്പോൾ നമ്മൾ പാരിപ്പള്ളിയിലോട്ട് പോകണം. എൻ്റെ മൊബൈലൊന്ന് കാണിക്കാൻ. മക്കളെ പൂട്ടിയിരുത്തിയിട്ട് പോക്ക് ശരിയാവൂല. അപ്പോൾ നിങ്ങളെന്താണ്, എൻ്റെ വീട് എത്രയും പെട്ടെന്ന് എനിക്കൊരു സ്ഥിരമായിട്ട്, ഈ റബ്ബറും പാലെടുപ്പ് ഒരു സ്ഥിരമുള്ളൊരു പണിയും ശാശ്വതമുള്ളൊരു പണിയും അല്ല. എനിക്കൊരു ജോലിക്ക് പോകണം. അതിന് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയണം, എൻ്റെ വീട് വാർത്തിട്ട് അൽഹംദുലില്ലാ ബേക്കും ഫ്രണ്ടും കതവും ഇട്ട് തറ സിമൻ്റ് ഇടുന്ന അകം പൂശണം. ഇവൾക്ക് തുമ്മലുണ്ട് ഭയങ്കര. ഈ അഡിനോയിഡിൻ്റെ പ്രശ്നമുണ്ട് മൂക്ക്. അപ്പോഴേക്ക് പൊടി അടിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ഇവൾക്ക് മൂക്കിൽ സ്പ്രേ ഹോമിയോണ് കാണിക്കുന്നത്. സ്പ്രേ അടിച്ചിട്ടേക്കായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് സ്പ്രേ ഒക്കെ തീർന്ന് അപ്പോൾ ഇങ്ങനെ പോണ്. അപ്പോൾ നിങ്ങളെന്താണ്, എന്നെ ഒന്ന് വീട് വെക്കാനായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ വെക്കുന്നുണ്ട്. എന്നാലും എനിക്കൊരു സ്ഥിരം ഒരു വരുമാനം, കടയിലായാലും എവിടെയും പോകത്തുള്ളൂ. ഇവന്മാർ 2 പേരും അടിയുടക്കം. ചെറിയ മക്കളല്ലേ, വേറെ ആരുമില്ല. അപ്പോഴും നിങ്ങൾ എന്നെ സഹായിക്കണം. കാരണം എന്ന് വെച്ചാൽ വയനാടിൻ്റെ ഈ ദുരന്തം വന്നപ്പോഴത്തേക്ക് ഒരുപാട് സഹായങ്ങളും അവർക്ക് പോവാണ്. അൽഹംദുലില്ലാ അങ്ങനെ സഹായിക്കണം. കാരണം വെച്ചാൽ അവരെ അവസ്ഥ വല്ലാത്തതാണ്. പക്ഷേ എനിക്ക് ഈ ഒരു വീടിന് വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചോദിക്കുകയാണ്. കാരണം എത്രത്തോളം അകം പൂശി അങ്ങ് കയറാൻ പറ്റുമോ അത്രയും. എന്നെ കൊണ്ട് 3500 രൂപ വാടക താങ്ങുന്നില്ല. പിന്നെ ഇവരെ ചിലവ്, ഇവരെ സ്കൂൾ പഠിത്തം കാര്യങ്ങൾ. രണ്ടാമത്തെ എൻ്റെ മോൻ്റെ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അവൻ കരച്ചിൽ കുട്ടനാണ്. അവനൊരു നോക്കുകൊണ്ട് പോലും എനിക്ക് നോവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവൻ ചുമ്മാ കരച്ചിൽ. എന്നെ കാണാണ്ട് പോലും ഇരിക്കൂല. ഞാൻ റബ്ബറും പാലൊക്കെ എടുത്തിട്ട് വരുമ്പോൾ അവൻ ഭയങ്കര നിലവിളിയും കരച്ചിലാണ്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. പിന്നെന്താണ്, ജീവിതമൊക്കെ ഇനി മക്കൾക്ക് വേണ്ടിയൊരു ജീവിതം അത് മതി അല്ലേ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം പരാജയപ്പെടുമ്പം നമ്മളെപ്പോഴും നമ്മുടെ മക്കളെ കൂടുതൽ പരിഗണിക്കണം. കാരണം എൻ്റെ മക്കൾക്ക് ഞാനല്ലാണ്ട് വേറെ ആരുമില്ല. എൻ്റെ സന്തോഷമാണ് അവരെ സന്തോഷം, അവരെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. അപ്പോൾ ഒരു ഭർത്താവില്ല എന്നും പറഞ്ഞിട്ട് ആർക്ക് ഇച്ചിപ്പോന്ന് പറയലൊക്കെ ഉണ്ട് നല്ല രീതിയിൽ. എന്നാലും ഞാനതൊന്നും കണ്ടില്ല കേട്ടില്ല. എന്താണ് എൻ്റെ മക്കൾ, എനിക്കറിയാം ഞാൻ എത്രയുണ്ട്, ഞാൻ എങ്ങനെയാണ് എന്ന്. പടച്ചോന് നിരക്കാത്ത ഒരു പരിപാടി ചെയ്യാൻ ഞാനില്ല. കാരണം എൻ്റെ മുഷ്താഖിനെ ആയാലും എൻ്റെ മിബ്സലിനെ ആയാലും എനിക്ക് വളർത്തിയെടുക്കണം. അത് എൻ്റെ ഫോണിപ്പോൾ നല്ല കംപ്ലൈൻ്റ് ആയി. ഒരു ഫോൺ EMI ഇട്ട് എടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ സാമ്പത്തികം ഇല്ല. നോക്കട്ടെ, കടയിൽ ചെന്നൊന്ന് സംസാരിച്ച് നോക്കട്ടെ. മുഷ്താഖിനെ കണ്ടാ നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത്? എൻ്റെ മിബ്സലിനെയും കണ്ടാ? ഇങ്ങോട്ട് വയ്ക്കാൻ മക്കളെ, ഹായ് പറയേ. അപ്പോൾ ശരി മക്കളെ, എല്ലാവരും ദുആ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അമ്പലത്തിൽ പാട്ട് കേൾക്കണമെന്ന്. രാത്രി ആവാറായി. നമ്മൾ അതിന് മുമ്പ് പോവാമെന്നാണ് അവർ പറയണത്. കാരണം ഇവരെ പൂട്ടിയിരുത്തിയിട്ട് പോയാലേ എനിക്ക് സമാധാനമില്ല. അപ്പോൾ കൂടെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ശരി എന്നാൽ മക്കളെ, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമു അലൈക്കും.